ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും നേരത്തെ ലഭിച്ചതിൽ കൂടുതൽ വോട്ട് നേടി വിജയിക്കാനാകുമെന്ന് ബേപ്പൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസ്. ചില്ലുകൊട്ടാരത്തിൽ ഇരുന്നവരല്ല, ജനങ്ങൾക്കൊപ്പം നിന്നവരാണ് ഇടത് മന്ത്രിമാരെന്നും റിയാസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. എന്നാൽ കാരാട്ട് റസാഖ് വീണ്ടും ലീഗിൽ എത്തിയതിനെക്കുറിച്ച് പ്രതികരിക്കാൻ റിയാസ് തയ്യാറായില്ല. പ്രചാരണത്തിനിടയിലും മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്നലെ പത്രിക സമർപ്പിച്ചു. ആവേശകരമായ സ്വീകരണം എങ്ങനെയാണ്? ഏറ്റവും പ്രതീക്ഷ എങ്ങനെയാണ്? അല്ല, പൊതുവെ അനുകൂലമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിൻ്റെ മുമ്പ് 5 വർഷം ജനങ്ങൾക്കൊപ്പുണ്ടായിരുന്നു. ജനങ്ങളുടെ എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും ജനങ്ങൾക്കൊപ്പമായിരുന്നു. ഇവിടെ ഈ മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനം നടന്നുവെന്ന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ആ വികസന പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങൾ നിർദ്ദേശിച്ചതാണ്. ജനങ്ങളുടെ ആവശ്യങ്ങളാണ് വികസന പദ്ധതികളായി മാറിയത്. മലപ്പുറം ജില്ലയിൽ നിന്നും തെക്ക് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ മുഴുവൻ ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ റോഡുകളിലൂടെയായിരുന്നു കോഴിക്കോട്ടേക്ക് പോവുക. 1 ഇഞ്ച് റോട്ടിൽ സ്ഥലമില്ലാത്തത്ര ഗതാഗതക്കുരുക്കായിരിക്കും. ആ ബൈപ്പാസ് യാഥാർത്ഥ്യമായതിന്റെ ഗുണഭോക്താക്കൾ കേരളത്തിലെ ജനങ്ങളാണ്. അത് ഏറ്റവും നല്ല നിലയിൽ അതിന്റെ സന്തോഷം പങ്കുവെക്കുന്നവരും അനുഭവിക്കുന്നവരും ബേപ്പൂരിലെ ജനങ്ങളാണ്. സാധാരണഗതിയിൽ ഈ മന്ത്രിയായി വലിയ തിരക്കുകൾ ഉണ്ടാകുമ്പോൾ മണ്ഡലത്തിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ചുരുങ്ങിയ സമയം മാത്രമായിരിക്കും. അത് പല സർവേകളിലും അത് പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ആ പ്രവർത്തകരിൽ നിന്ന് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്? അത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഞാൻ ഈ 5 കൊല്ലം എങ്ങനെയാണ് ഇടപെട്ടത്. പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. മണ്ഡലത്തിൽ ഞാൻ എങ്ങനെയാണ് പ്രവർത്തിച്ചത്, അതിനുവേണ്ടി സമയം എങ്ങനെ മാറ്റിവെച്ചു, ആർക്കും സമീപിക്കാവുന്ന ഒരു MLA എന്നുള്ള നിലയിലാണ് ഇവിടെ പ്രവർത്തിച്ചത്. എല്ലാ ഘട്ടങ്ങളും ഞാൻ ഉണ്ടായിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു പ്രത്യേക ദിവസം തന്നെ പൂർണ്ണമായും മണ്ഡലത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടാണ് ഈ 5 വർഷം പ്രവർത്തിച്ചത്. പിന്നെ ഒരു മന്ത്രി എന്നുള്ള നിലയിലൊന്നല്ല ഞാനിവിടെ ഇടപെട്ടിട്ടുള്ളത്. നമ്മളൊരു സാധാരണ സാമൂഹിക പ്രവർത്തകനാണ്, ജനങ്ങൾക്കൊപ്പമാണ്. അതല്ലാതെ ഒരു മന്ത്രി എന്ന നിലയിൽ ഒരു ചില്ലുകൊട്ടാരത്തിൽ ജീവിച്ച ഒരു MLA അല്ല ഞാൻ. ഈ ആനുകാലിക രാഷ്ട്രീയ വിവാദങ്ങൾക്കൊന്നും വലിയ തല കൊടുക്കാതെ വികസനം പറഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇത്തവണയും അത് തന്നെയാണോ ഫോളോ ചെയ്യാൻ ഉദ്ദേശിച്ചത്? അല്ല, 2 പ്രശ്നമുണ്ട്. വിവാദമൊന്നും ജനത്തിന് താല്പര്യമില്ല. നമ്മൾ ഈ വിവാദം ചിലപ്പോൾ കുറച്ച് നേരം ടെലിവിഷൻ ചാനലിൽ ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസായും കുറച്ച് ലഹളിയും ബഹളമൊക്കെ ആയിട്ട് വരുമെന്നല്ലാതെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നാടിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇനി അത്ര ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി ഒരു സ്ട്രാറ്റജി? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാലും, ഇന്ന് തെരഞ്ഞെടുപ്പാണ്, ഞങ്ങൾ പോളിംഗ് ബൂത്തിന്റെ മുമ്പിലാണെങ്കിൽ 2021 ലഭിച്ച 82,000-ത്തേക്കാൾ കൂടുതൽ വോട്ട് ലഭിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. അത് അത്ര ഉറപ്പാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ജനങ്ങൾക്കിടയിൽ ഇറങ്ങുന്ന ഒരു സാമൂഹിക പ്രവർത്തകനല്ല ഞാൻ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം. എല്ലാത്തിനും തയ്യാറാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ അതിൽ വിജയം ഉറപ്പാണ് എന്ന രീതിയിൽ തന്നെയാണ് മുഹമ്മദ് റിയാസ് മുന്നോട്ട് പോകുന്നത്.